ജയരാജനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച ഡിവൈഎഫ്ഐ മുൻ നേതാവ് മനു തോമസിന് പോലീസ് സംരക്ഷണം. മനുവിന്റെ വീടിനും വ്യാപാര സ്ഥാപനങ്ങൾക്കും സുരക്ഷ നൽകാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകി. കൊട്ടേഷൻ സംഘങ്ങളുടെ ഭീഷണിയെ തുടർന്നാണ് തീരുമാനം. എന്നാൽ പോലീസിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് മനു തോമസ് പറഞ്ഞു. ടി വി പ്രസാദ് നൽകും വിവരങ്ങൾ. പ്രസാദ്, CPM നേതാവ് പി ജയരാജനും മകനുമെതിരെ ആരോപണം ഉന്നയിച്ച ശേഷം തനിക്ക് ഭീഷണിയുണ്ട്, അത് നമ്മൾ കണ്ടതാണ്. ഫേസ്ബുക്കിൽ ഉൾപ്പെടെ ക്രിമിനൽ കേസ് പ്രതികൾ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് പോലീസ് സംരക്ഷണം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിനീത, കൊലക്കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകളുള്ള കള്ളക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടാണ് മനു തോമസ് കൊമ്പുകോർത്തിരിക്കുന്നത്. അവരുടെ ഭീഷണി കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മളെല്ലാം കണ്ടതുമാണ്. അതിനെ തുടർന്നാണ് പോലീസിൻ്റെ ഒരു തീരുമാനം ഉണ്ടായതും. മനു തോമസിനെതിരായി വ്യാപകമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. മനു തോമസിൻ്റെ ഫോണിലേക്കും അതുപോലെ തന്നെ വാട്സപ്പിലേക്കും ഉൾപ്പെടെ നിരവധിയായ ഭീഷണികൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പോലീസിൻ്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. കണ്ണൂർ റൂറൽ SP ആണ് പോലീസ് സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മനു തോമസിന് സംരക്ഷണം നൽകണം എന്നാവശ്യപ്പെട്ട്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് പുറത്തിറങ്ങിയത്. പോലീസിൽ നിന്ന് രഹസ്യമായി കിട്ടിയ ഒരു ഉത്തരവ് മനു തോമസിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ആ ഉത്തരവ് ഔദ്യോഗികമായി മനു തോമസിനെ പോലീസ് സംവിധാനം ഇതുവരെ അറിയിച്ചിട്ടുമില്ല. ആലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന കണ്ണൂരെ മലയോര ഗ്രാമമായ ആലക്കോടാണ് മനു തോമസിൻ്റെ വീട്. ആലക്കോട് പോലീസിന് നിർദ്ദേശമുണ്ട്. ഒപ്പം മനു തോമസിൻ്റെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന തളിപ്പറമ്പിനും അതുപോലെ തന്നെ തലശ്ശേരിയിലും മതിയായ സംരക്ഷണം നൽകണം ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകൾക്കും ഈ വിവരം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദമായ ഒരു സംഭവമാണ് മനു തോമസിൻ്റെ തുറന്നുപറച്ചിൽ. അതിൻ്റെ പിന്നാലെയാണ് പോലീസിൻ്റെ സംരക്ഷണം ഏർപ്പെടുത്താനുള്ള തീരുമാനവും. വിനീത, ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.